ഹലോ, എല്ലാവർക്കും സീതയെ കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നതായിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നഖത്തിൻ്റെ ഒരു വീഡിയോ ആണേ. അപ്പം നഖം പൊട്ടിപ്പോണതും പിന്നെ നഖം വളരാനും ഒക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇന്ന്. നമ്മുടെ പാത്രമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നഖമൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് കീറിപ്പോവും, അല്ലെങ്കിൽ ഒടിഞ്ഞൊക്കെ പോകും നമുക്ക്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുതിർന്നിട്ട് അപ്പോൾ നഖം കട്ടിയില്ലാഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഞാനിത് ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെ നഖമൊക്കെ പെട്ടെന്ന് എൻ്റെയും പോകുമായിരുന്നു. പിന്നെ എൻ്റെ നഖത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും തട്ടുമ്പോൾ തന്നെ അങ്ങ് ഒടിഞ്ഞു പോകും. കൈയുടെ ആണെങ്കിൽ തുണി വാഷ് ചെയ്യുമ്പോൾ പാത്രമൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ കീറി ഇങ്ങനെ പോരും നഖം പൊളിഞ്ഞ്. അപ്പം ഞാനിതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നഖം ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിൽ നഖം കാണില്ല അങ്ങനെ. പിന്നെ ഗ്ലൗസ് ഇടണമെന്നൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് പാത്രമൊക്കെ കഴിയുമ്പോൾ ക്ലീനൊന്നും ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു ടിപ്സാണ് ഞാനത് പ്രയോഗിച്ചത്. അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടി എല്ലാവർക്കും കൂടി അത് ഷെയർ ചെയ്യുകയാണ്. നല്ല അടിപൊളി ടിപ്സാണ്. എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ വിലയേറിയ നിങ്ങളുടെ ലൈക്ക് മറക്കരുത്. അപ്പോൾ നമ്മുടെ നെയിൽ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ഒരു ടിപ്സാണ് കുറച്ച് ചൂടുവെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെറുതായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യണേക്കാട്ടും മുമ്പ് തന്നെ നമ്മുടെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ഞാൻ എന്താ കളയാനെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ അങ്ങ് ഇട്ടേ ഉള്ളൂ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇട്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കളയാനായിട്ടൊരു മടുപ്പ് തോന്നി. ഇട്ട ഉടനെ തന്നെ. അപ്പം ഇന്നൊരു സബ്സ്ക്രൈബർ പറഞ്ഞ് ഈ വീഡിയോ കാണിക്കണം, നഖം പൊട്ടി പോകാനുള്ള അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റെമഡീസ് എന്നൊക്കെ ചോദിച്ച്. അപ്പം പിന്നെ ഞാൻ ഇന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഈ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ നഖത്തിന് ഏറ്റവും ബലം കിട്ടാനും നഖത്തിൽ അഴുക്കൊക്കെ പോയി നല്ല റെഡിയാകാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് നമ്മുടെ കൈ ഒന്ന് മുക്കി പിടിക്കുക. അപ്പോൾ നമ്മുടെ ഈ കൈക്ക് നഖത്തിനൊക്കെ നിറം കിട്ടാൻ വേണ്ടിയൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അഴുക്കൊക്കെ പോകും കയ്യിൽ. പിന്നെ ഉപ്പുവെള്ളത്തിൽ കൈ വെച്ച് കഴിഞ്ഞാൽ കൈക്ക് നഖത്തിന് ബലം കൂടും. അപ്പോൾ എൻ്റെ കൈക്ക് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ നഖമെല്ലാം പൊളിഞ്ഞു പോകുമായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മളൊരു പാത്രം കഴിയാലോ എല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് പൊളിഞ്ഞു പോരും. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ പോരുമ്പോൾ. അപ്പോൾ ഇനി വല്ല വൈറ്റാമിൻ്റെ കുറവാണോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച്. പിന്നെയാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ കണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് നല്ല നഖമുണ്ട്. ഇപ്പം ഞാൻ പാത്രമൊക്കെ കഴിയാനും ശരി, നമുക്ക് നഖമൊന്നും പോകത്തില്ല. നഖത്ത് നല്ല കട്ടി വെച്ചു. പിന്നെ പോരാത്തതിന് ഞാൻ വലത്തെ കയ്യിലും ഞാൻ നഖം വളർത്തുന്ന ആളാണ്. എന്ന് വിചാരിച്ച് അധികം നഖമൊന്നും വളർത്തില്ല, കുറച്ച്. അപ്പോൾ അതേണ്ട ഈ കൈ വളർത്തിയേക്കണേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ കയ്യിൽ കുറച്ച്, എനിക്കെന്തോ നഖമില്ലെങ്കിൽ കൈ മുട്ട പോലെ ഇരിക്കുക, അതുകൊണ്ട് എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ 2 കൈയിലും നഖം വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നേരത്തെയൊക്കെ എനിക്കിങ്ങനെ നഖം നിൽക്കത്ത് പോലുമില്ല. കുറച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ തുണി കഴുകുകയൊക്കെ ചെയ്തിങ്ങനെ പൊട്ടി അങ്ങ് പോകും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കുറവാട്ടാ. ശരിക്കും നല്ല കുറവെന്നല്ല, ഫുൾ മാറിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പം നമ്മുടെ നഖം അങ്ങനെ പൊട്ടത്തുമില്ല.
നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഈ നെയിൽ പോളിഷ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വെറുതെ കൈയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെയിൽ പോളിഷ് ഇടാണ്ടിരിക്കരുത്. അപ്പോൾ കളറിൻ്റെ ഇട്ടില്ലെങ്കിലും ഒരു ബേസ് കോട്ടെങ്കിലും നിങ്ങളെപ്പോഴും ചെയ്യാൻ വേണ്ടി നോക്കണം. എല്ലാവർക്കും ചിലപ്പോൾ നെയിൽ പോളിഷിൻ്റെ കളർ ഇങ്ങനെ നെയിൽ പോളിഷ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പോലും നമുക്ക് വൈറ്റ് കളറിലെ നെയിൽ പോളിഷ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ അറിയത്ത് പോലുമില്ല നമ്മൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതെന്തായാലും ഇടണം. നഖത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിലൊക്കെ കൈ ഇത്രയും നേരം മുക്കി പിടിച്ച് നമുക്കിനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമേ. കൈയൊന്ന് തുടച്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? വെളുത്തുള്ളി നമ്മളിങ്ങനെ തൊലി കളഞ്ഞ് 2 എണ്ണം എടുക്കുക. അധികമൊന്നും വേണ്ടേ, ഒരു 2 എണ്ണം എടുത്താൽ മതി. അപ്പം ഇത് ബലം കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലതാട്ടോ. നമ്മുടെ നഖത്തിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സാധനമാണ് വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നെടുകെ ഒന്ന് പൊളിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ നഖത്തേലൊക്കെ ഇങ്ങനെ വരച്ച്, കണ്ടോ, നഖം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കുത്തി വെക്കണം. നഖത്തിൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലോട്ടാകുമ്പോൾ തന്നെ ഉള്ളിൽ കയറി പോകുമല്ലോ അത്. അങ്ങനെ എല്ലാ വിരലിലും ഇത് ചെയ്ത് കൊടുക്കണം നമ്മൾ. വെളുത്തുള്ളി മുറിച്ചിട്ട് നെടുകെ ഇങ്ങനെ മുറിച്ചിട്ട് ഈ നഖത്തിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുക്കണം എല്ലാ വിരലും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ഒരുപാട് പൊട്ടിപ്പോണവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം തന്നെ ചെയ്ത് കൊടുക്കണേ, എന്നാലേ ഉള്ളൂ അത്. അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്പും ചെയ്യണം. ചൂടുവെള്ളത്തിൽ കൈമുക്കി ഉപ്പിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇടണം. അപ്പം എല്ലാ കയ്യിലും ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് എല്ലായിടത്തും വെളുത്തുള്ളി ഇങ്ങനെ തേച്ച് കൊടുക്കണം. നഖത്തെ മാത്രം കേട്ടോ, നഖത്തെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതിലും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നെയിൽ പോളിഷ് എല്ലാവരും കളയണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നഖം ബലം കിട്ടാൻ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരാൾ സ്കിപ്പ് ചെയ്യരുത് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ ഈ സൈഡ് കണ്ട ഇങ്ങനെ നമ്മൾ ക്യൂട്ടിക്കളൊക്കെ ഇല്ലേ, എന്നെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ മൊത്തം വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നടുവായിട്ട് മുറിക്കുമ്പം ഇത് വെളുത്തുള്ളി നമ്മുടെ നഖത്തിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് കയറും നമ്മുടെ നഖത്തിൻ്റെ. വെറുതെ അല്ലെങ്കിൽ വെളുത്തുള്ളി നമുക്ക് വെച്ചാൽ കയറത്തില്ല. അപ്പോൾ നടുക്ക് മുറിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം എല്ലാ വിരലും. അപ്പം നല്ല കട്ടിയായിരിക്കും. അതെ, എന്നിട്ട് നമുക്ക് ആ വെളുത്തുള്ളിയുടെ ആ നീരില്ലേ നഖത്തേലോട്ടൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം കുറച്ച് നേരം. അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നഖം പൊട്ടിപ്പോകണേന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേറെ
ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ നെയിൽ പോളിഷ് ഇട്ടാണ്. പിന്നെയാണ് ഞാനിങ്ങനെ ഇന്ന് തന്നെ വേറൊരു വീഡിയോ ഇടാൻ. അപ്പോൾ എനിക്ക് നെയിൽ പോളിഷ് കളയാനായിട്ടൊരു മടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നെയിൽ പോളിഷ് കളഞ്ഞിട്ട് വേണം ഇടാൻ. പിന്നെ നമ്മൾ കണ്ടമാനം അങ്ങ് നീട്ടി വളർത്തരുത് കേട്ടോ നഖം. അത് നമുക്കൊരു ബോറിങ്ങാണ് കൈക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെ കൈക്ക് ഇപ്പോൾ വിരലിൽ നീള കൂടുതലുള്ളവരുണ്ടെങ്കിൽ കുറച്ച് നഖം വളർത്തിയാൽ മതി. ഒട്ടും കൈക്ക് നീളമില്ലാത്തവരാണെങ്കിൽ മാത്രം കുറച്ച് നീട്ടി വളർത്തുക. അധികം നീട്ടിക്കളഞ്ഞാൽ നമുക്ക് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിക്ക് നമ്മൾ എടുക്കുക. അപ്പം ഇങ്ങനെ കാണിച്ച് നമ്മളൊരു 5 മിനിറ്റ് അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ഈ മുഖത്തിനൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യത്തില്ലേ. ആദ്യം നമ്മൾ എന്താ ചെയ്യണത്, സ്ക്രബ് ചെയ്യും, പിന്നെ പാക്ക് ഇടും, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. എന്ന് പറഞ്ഞ പോലെ നഖത്തിന് നമ്മൾ ചെയ്യണം. അപ്പം നമ്മുടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുന്നത്, ചെറുനാരങ്ങ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിറ്റാമിൻ സി ഒക്കെ ഉള്ളതാണ് ഇതിൽ. അപ്പം നഖത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നമ്മളിതൊന്ന് ഉരച്ചൊരച്ച് കൊടുക്കണം. നഖത്തിൻ്റെ അകത്തോട്ട് കയറണം എല്ലാ വിരലും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇപ്പം ആഴ്ചയിൽ ഒരു 3 ദിവസം നഖം പൊട്ടാൻ ചാൻസൊക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഭയങ്കരമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നഖം പെട്ടെന്ന് വളരാനായിട്ടുള്ള ഇതാണ് വെളുത്തുള്ളി. നമ്മുടെ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് നഖം വളരുന്ന ഇതാണ്. അതായത് നമ്മുടെ പൊട്ടൽ നിൽക്കുമ്പോൾ തന്നെ നഖം നമ്മുടെ വളരുമല്ലോ. അപ്പോൾ അതിന് ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ വെളുത്തുള്ളി. നഖം വളരാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ പൊട്ടിപ്പോകലിനുള്ള ഇത് തന്നെയാണ് നമുക്ക് വളരാൻ സഹായിക്കുന്നത്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ നഖം സ്ട്രോങ് ആവും. അപ്പോൾ നമുക്ക് വളരും. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ പകുതിയാക്കി എടുത്തിട്ട് ഇതിങ്ങനെ കൈ എല്ലാം അതിൻ്റെ അകത്തൊന്ന് ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് പുറത്തിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ധൃതി പിടിച്ച് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് എല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത്. എൻ്റെ നഖം ഈ പറയണ പോലെ എപ്പോഴും പൊട്ടി പോണ ഒരാളായിരുന്നു. എൻ്റെ കാലിലും പോവുമായിരുന്നു, കീറിപ്പോവുമായിരുന്നു. അപ്പം ഞാൻ കാലിലും ഈ സെയിം ഇത് തന്നെ കാലിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം നഖം മൊത്തം നമ്മൾ ഇങ്ങനെ ഒന്ന് ഈ ചെറുനാരങ്ങ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നഖം ഈ മഞ്ഞ കളർ നഖമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല വെള്ള നിറമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വശവും ഇങ്ങനെ ചെയ്യണം. നഖത്തിൻ്റെ ഈ എല്ലാ വശവും ഇങ്ങനെ നന്നായിട്ടിത് സ്ക്രബ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ നഖത്തിൻ്റെ ഉള്ളിലോട്ട് കുത്തി വെച്ചിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്യണം. പകുതി ചെറുനാരങ്ങയുടെ കാര്യമുള്ളൂ. ഇപ്പോൾ കണ്ട ചെറുനാരങ്ങയുടെ അകത്തുനിന്ന് നമ്മുടെ എല്ലാം അതിൻ്റെ നീരൊക്കെ പോകുന്നു നമ്മളിങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമേ.
അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് അലോവേരയോ അല്ലെങ്കിൽ വാസലിനോ എന്തെങ്കിലും എടുക്കുക. ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ അലോവേര എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ നഖത്തിലൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക. എല്ലാ വിരലിലും നമ്മുടെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ പറയണ പോലെ നന്നായിട്ടൊന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയ്യോ എത്ര സ്റ്റെപ്പാണ് ചെയ്യണ്ടേന്ന്. പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം അത് കുറച്ച് നാളൊന്ന് ട്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നഖം നല്ല കട്ടിയായി വരും. പിന്നെ നമുക്കിതിൻ്റെ പുറകെ നടക്കേണ്ട, എല്ലപ്പോഴും ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല എൻ്റെ നഖത്തിൽ. ഇപ്പോൾ കൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമെന്നല്ലാണ്ട് നഖത്തിന് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ നഖമൊക്കെ ഇപ്പോൾ ഓക്കെ ആയി. നമ്മളതുപോലെ നോക്കുമായിരുന്നു. ഞാൻ ആഴ്ചയിൽ 3 അല്ല 4 പ്രാവശ്യമെങ്കിലും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാലും ഒന്നും എനിക്ക് എൻ്റെ നഖം പൊട്ടയോ ഒന്നുമില്ല, ഒരു ഇതുമില്ല. എനിക്ക് ഗ്ലൗസ് ഒന്നും ഇട്ട് കഴുകണം അത്രക്ക് ഒരു സുഖമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു ക്ലീൻ ആവാത്ത പോലും തോന്നും. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് പാത്രം എല്ലാം കഴുകുന്നത്. അപ്പം പക്ഷേ നമ്മൾ നഖത്തിന് ഇങ്ങനത്തെ ടിപ്സൊക്കെ ചെയ്യണോണ്ട് നഖം പൊട്ടത്തുമില്ല, ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വലത്തെ കയ്യിലും എനിക്ക് നഖമുള്ള ആളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാത്രമൊക്കെ കഴിയുമ്പോൾ വലത്തെ കയ്യിലെ നഖമൊക്കെ പെട്ടെന്ന് പോകേണ്ടതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ അതും ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയോ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉടനെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഒരാഴ്ചയിൽ നമുക്കൊരു 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇത് എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അലോവേര വാസലിൻ എന്തെങ്കിലും ഇടുമ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇടേണ്ടത്. നഖത്തിൻ്റെ പുറമേ മാത്രമല്ല, ഈ നഖത്തിൻ്റെ അകത്തോട്ടും ഇങ്ങനെ കയറ്റി കൊടുക്കണം ഉള്ളിലോട്ട്. എന്ത് സാധനം ചെയ്യുമ്പോഴും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ പുറത്ത് മാത്രം ആക്കിയിട്ട് കാര്യമില്ല. ആ നഖത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കണം എല്ലാത്തിൻ്റെയും. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അലോവേരയോ അല്ലെങ്കിൽ നമ്മുടെ വാസലിനോ എന്തെങ്കിലും എടുക്കാൻ ഏറ്റവും നല്ലതായിട്ട് റിസൾട്ട് കിട്ടണ ഇതാണ്. നമ്മുടെ നഖത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇതാണ്. പെട്ടെന്ന് തന്നെ കട്ടിക്ക് വരും. ഒരാഴ്ച ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നഖത്തിന് കട്ടി കിട്ടുന്നു. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് കാണിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ എന്താണ് ഓയിലുള്ളതെന്ന്, ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഞാൻ 2 തുള്ളി വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് പിന്നെ ഇടുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിൽ. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് മതിയല്ലോ നമുക്ക്. അപ്പോൾ കാലിലും കൂടി എടുക്കണമെങ്കിൽ ആ രീതിക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ നഖത്തിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണേ. പുറമേ മാത്രമല്ല, നമ്മുടെ ഉള്ളിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പം ഇങ്ങനെ വരട്ടി അതും ഒരു 10 മിനിറ്റ് നമ്മൾ ഇരിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നഖത്തിന് കൂടുതൽ യെല്ലോ കളറുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, അത് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് മതി. കോൾഗേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം
അതെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പുരട്ടിയിട്ട് നമ്മുടെ പഴയ ഏതെങ്കിലും ബ്രഷ് ഉണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ബ്രഷ് ചെയ്യണം എല്ലാ വിരലും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ നെയിലൊക്കെ നല്ല വൈറ്റ് കളറാവും. ആ യെല്ലോ കളറൊക്കെ അങ്ങ് പോകും. നമ്മുടെ പല്ലിൻ്റെ നമ്മൾ ചെയ്യത്തില്ലേ യെല്ലോ കളർ പോകാൻ എന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ ഇത് പിന്നെ നമ്മുടെ കളർ മാറാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടിപ്സാണത്. അപ്പം ഞാൻ മെയിനായിട്ടത് കാണിക്കാതെ ഞാൻ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളത് കാണിക്കാത്തത്. എന്നാലേ നമുക്ക് വൈറ്റ് കളർ കിട്ടുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് നെയിൽ പോളിഷൊക്കെ ഇപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ നെയിൽ പോളിഷ് ഇടുമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് നെയിൽ പോളിഷ് ഇടുന്ന ആളാണ്, ഫ്രീ ആക്കത്തില്ല. അപ്പം നമ്മൾ ഈ നെയിൽ പോളിഷ് കളഞ്ഞിട്ട് അന്ന് ഒരു ഡേ ഇടരുത് കേട്ടോ. ഉടനെ തന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇടരുത്. അപ്പം ഞാൻ അന്നൊന്ന് ഫ്രീ ആയിട്ട് ഇട്ടേച്ച് പിറ്റേ ദിവസമാണ് ഞാൻ നെയിൽ പോളിഷ് ഇടുകയുള്ളൂ. ഒരു കാറ്റൊക്കെ കയറാൻ വേണ്ടി ഒരു ദിവസം ഇട്ടേക്കും. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വലത്തേ കൈയിലിടും, കാലിലിടും, ഈ എല്ലാ രണ്ട് കയ്യിലും ഒക്കെ ഇടണം എനിക്ക്, എന്നാലേ എനിക്കൊരു സുഖമാവുള്ളൂ. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പാണ് എന്താണ് കാസ്റ്റർ ഓയിലും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് നന്നായിട്ട് ലാസ്റ്റ് നമ്മളിതിങ്ങനെ മസാജ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ഇത് കയ്യിലവിടെ ഇരുന്നോട്ടെ. ഒരു അരമണിക്കൂർ ഇത് വെച്ചേക്കണം. നല്ല അടിപൊളി നഖമായിരിക്കും കിട്ടാൻ പോണത്, നല്ല കട്ടിയിൽ. പിന്നെ നിങ്ങൾക്ക് പൊളിഞ്ഞു പോകുന്നില്ല, നഖം പൊട്ടിപ്പോകുന്നു ഒന്നും ഒരു പേടി വിചാരിക്കേണ്ട, നല്ല അടിപൊളി നഖം കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഇതിൽ നിന്ന് പറയുക, എക്സ്പീരിയൻസിൽ നിന്ന് പറയുക, ഞാനിതാണ് യൂസ് ചെയ്ത് ഞാൻ നഖം പൊട്ടിപ്പോയ ആളായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോരുത്. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.